ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ UK-യിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഡെൻ്റൽ ചെക്കപ്സ് ഒക്കെ കൊടുക്കുന്നത്, അത് ഫ്രീ ആണോ, പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഫ്രീ ഡെൻ്റൽ ചെക്കപ്പ് ഒക്കെ ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റായിട്ടൊരു NHS ഡെൻറ്റിസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ പുതിയതായിട്ട് UK-യിലേക്ക് വന്ന് മക്കളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇനി കൊണ്ടുവരാൻ മക്കളെയൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് കൊണ്ടുവരാനിരിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയാത്തവർക്ക് ഇത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഏതൊക്കെ പ്രായത്തിലാണ് നമുക്ക് ഈ ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്, ആർക്കൊക്കെയാണ് റിസീവ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പല്ല് വരുന്നത് മുതൽ, അതായത് അവരുടെ ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത് മുതൽ 6 മാസം മുതൽ അവർക്ക് 18 വയസ്സ് താഴെ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ചെക്കപ്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മക്കൾ ഫുൾ ടൈം എഡ്യൂക്കേഷനിലാണെങ്കിൽ അവർക്കും ഫ്രീ ആണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഡെൻ്റൽ ചെക്കപ്സും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റും എല്ലാം ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞിന് പ്രഗ്നൻ്റായി കുഞ്ഞിന് 1 വയസ്സാകുന്നത് വരെ നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുന്നത് വരെ അമ്മമാർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെക്കപ്സ് കാര്യങ്ങളെല്ലാം തുടർന്ന് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രഗ്നൻ്റൊക്കെ ആയി കുഞ്ഞിന് 1 ആകാനൊക്കെ പോകുന്നു എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് നിങ്ങളുടെ പല്ലിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മൾ എന്തിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഈ നേരത്തെ തന്നെ ഈ 6 മാസത്തിൽ ഒരു പല്ല് വരുമ്പോഴേക്കും എന്തിനാണ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഓറൽ ഹെൽത്ത്, അപ്പോൾ അവർ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ അവരുടെ പല്ല് മാത്രമല്ല ഗംസ് വായിൽ എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അവർ നല്ലതുപോലെ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഓറൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല അതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങാനും പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് NHS ഡെൻറ്റിസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ NHS ഡെൻറ്റിസ്റ്റ് നിയർ മീ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ് കോഡ് അല്ലെങ്കിൽ നമ്മളുടെ പ്ലേസ് എവിടെയാണ് നമ്മൾ സിറ്റി അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ നിയർ ആയിട്ടുള്ള ഡെൻ്റൽ കെയറുകളുടെ എല്ലാ ലിസ്റ്റുകളും വരും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ വിളിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പുതിയ പേഷ്യൻസിനെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കണം പുതിയ പേഷ്യൻസിനെ അവിടെ എടുക്കാനുള്ളത് ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കണം. അവൈലബിൾ ആണെങ്കിൽ അവർ നമ്മളുടെ ഇമെയിൽ ID-യിലേക്ക് ഒരു ഫോം അയച്ചു തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചറും ഇട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, ഇവിടെ ഇപ്പോൾ കപ്പാസിറ്റി ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള വേറെ ഡെൻ്റൽ സെൻറ്റേഴ്സൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കി അവിടെയും വിളിച്ച് നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു NHS ഡെൻറ്റിസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമ്മളുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും. അതായത് അതിന് മുന്നേ തന്നെ വരും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ്, ഇന്ന ദിവസമാണ് നമ്മളുടെ കുഞ്ഞിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് ആ ഡേറ്റിനോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും, ഇങ്ങനെ നാളെയാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈമിൽ അവിടെ ചെല്ലുമ്പം അവിടുത്തെ റിസപ്ഷനിൽ നമ്മൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് കാണിക്കുക. അപ്പോൾ അവർ നമുക്ക് ടോക്കൺ നമ്പറൊക്കെ തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് അവരുടെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, 2 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുമോ, പിന്നെ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സ്വീറ്റ്സ് ആണോ കൂടുതൽ കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് അവർ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. പിന്നെ അവർ കുഞ്ഞിൻ്റെ പല്ലും വായൊക്കെ നല്ലപോലെ എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ ഹെൽത്തി പല്ലൊക്കെയാണ്, ഒന്നുകൂടെ നല്ലതായിട്ട് ബ്രഷ് ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളുടെ അടുത്ത്.
എന്നിട്ട് അവർ ഫ്ലൂറൈഡ് വാർണിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂത്ത് പേസ്റ്റ് കുഞ്ഞിൻ്റെ പല്ലിൽ തേച്ച് വെക്കും. അത് വേറൊന്നിനുമല്ല, നമ്മുടെ പല്ലൊന്നും കേടാവാതിരിക്കാനായിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്, അതായത് ഫസ്റ്റ് വിസിറ്റ് കഴിയുമ്പം നെക്സ്റ്റ് ചെക്കപ്പ് എന്നാണെന്നുള്ളത് നമ്മുടെ ഡെൻറ്റിസ്റ്റ് ആയിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് 6 മാസം കൂടുമ്പോഴാണ് ഡെൻറ്റൽ ചെക്കപ്പ് ഉള്ളത്. അപ്പോൾ ചിലർക്ക് 3 മന്ത്സ് കൂടുമ്പോഴായിരിക്കും, ചിലർക്ക് 1 ഇയർ അങ്ങനെ കൂടുമ്പോഴായിരിക്കും. അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് UK-യിലെ ഡെൻറ്റൽ ചെക്കപ്പ് വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെട്ടോളും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.